സമാധാനത്തിനുമായി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ 3 പതിറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന വിശിഷ്ട മതാന്തര പ്രവർത്തകനാണ് ശ്രീ ശശികുമാർ MD അവറുകൾ. നമ്മളോട് സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്ന സർവാദരണീയ പ്രസിഡന്റ് സ്വാമിജി, സർവാദരണീയ ജനറൽ സെക്രട്ടറി സ്വാമികൾ, വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ ആത്മീയ മത നേതാക്കളെ, വിശിഷ്ടാതിഥികളെ, ഗുരുധർമ്മ പ്രകാശ് സഭയിലെ ആദരണീയരും സമാദരണീയരുമായ സർവാദരണീയരുമായ സന്യാസി ശ്രേഷ്ഠരെ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തികളെ, കോശി സാർ, ഓൺലൈനായി പങ്കെടുക്കുന്നവരും എല്ലാവർക്കും എൻ്റെ സാദരപ്രണാമം. ഇങ്ങനെ ഒരു മഹനീയ അവസരം ഗുരുവിൻ്റെ കാരുണ്യമായി ഞാൻ കാണുന്നു. ഈ പരിപാടിയുടെ സംഘാടകരോടും ആശ്രമം അഡ്മിനിസ്ട്രേഷനോടും വിശിഷ്യ സർവാദരണീയ ജനറൽ സെക്രട്ടറി സ്വാമിയോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ചർച്ചയുടെ കേന്ദ്ര വിഷയങ്ങൾ 3 സുപ്രധാന ആശയങ്ങളാണ്: മതമൂല്യങ്ങൾ, ഇന്റർഫെയ്ത്ത് സംവാദം, ഇന്ത്യൻ ഭരണഘടന. ആദ്യം മതമൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ലോകത്തിലെ വിവിധ മത ആത്മീയ പാരമ്പര്യങ്ങളെ പരിശോധിച്ചാൽ അവയെല്ലാം മനുഷ്യരാശിക്ക് ആത്മീയവും ധാർമ്മികവുമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കാണാം. എന്നാൽ ഈ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: ഒരു മതവും വെറുപ്പിനെയോ അക്രമത്തെയോ അസഹിഷ്ണുതയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്നേഹം, കരുണ, സത്യം, ധർമ്മം, സേവനം, സാഹോദര്യം എന്നിവയാണ് എല്ലാ മഹത്തായ മതങ്ങളുടെയും പൊതു സന്ദേശം. എന്നിരുന്നാലും ഇന്ന് ലോകം സംഘർഷങ്ങളാലും മതവിഭജനങ്ങളാലും അസഹിഷ്ണുതയാലും വലയുകയാണ്. അത് ഈ പ്രശ്നം മതങ്ങളിലല്ല, മനുഷ്യൻ്റെ പരിമിതമായ വ്യാഖ്യാനങ്ങളിലും വിഭാഗീയ മനോഭാവങ്ങളിലുമാണ്. മതങ്ങളുടെ അന്തസത്ത സമാധാനമാണെങ്കിലും മനുഷ്യൻ പലപ്പോഴും അതിനെ സംഘർഷത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നു. ഇത്തരം സാഹചര്യത്തിൽ മതങ്ങളുടെ അന്തസത്തയെ ജീവിതത്തിൽ പകർത്തിയ ആത്മീയ ജ്ഞാനികളും ദർശകരുമാണ് മാനവരാശിക്ക് പുതിയ ദിശ കാണിച്ചു തരുന്നത്. ഇങ്ങനെ സംഘർഷിതമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്റർഫെയ്ത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. 1893 സെപ്റ്റംബർ 11 തൊട്ട് 17 വരെ ഷിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റ് ആധുനിക ഇന്റർഫെയ്ത്ത് ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. അവിടെ സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് സർവമത സൗഹാർദ്ദത്തിൻ്റെ ശക്തമായ സന്ദേശം നൽകി. ഭാരതത്തിനും കേരളത്തിനും അഭിമാനകരമായി തുടർന്ന് 1924 മാർച്ച് 3-4 തീയതികളിൽ ആലുവയിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവധർമ്മ സമ്മേളനം മതങ്ങൾ തമ്മിലുള്ള സംവാദത്തിനും പരസ്പര ബഹുമാനത്തിനും പുതിയ വഴികൾ തുറന്നു. ഇത് ലോകമെമ്പാടും നിരവധി സംഘടനകൾ, ഇൻക്ലൂഡിംഗ് ഐക്യരാഷ്ട്രസഭ, മതസൗഹാർദ്ദത്തിനും സമാധാനത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നു. അതിലേതാനും ചില സംഘടനകളുമായിട്ട് എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത് പാർലമെന്റ് ഓഫ് വേൾഡ് റിലിജിയൻസ്, യുണൈറ്റഡ് റിലിജിയൻസ് ഇനിഷ്യേറ്റീവ്, വേൾഡ് യോഗ കമ്മ്യൂണിറ്റി, ഇന്റർഫെയ്ത്ത് കോയിലേഷൻ ഫോർ പീസ് എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് അടുത്ത് ബന്ധപ്പെടാനും യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുമുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇവിടെ ശാന്തിഗിരി ആശ്രമവും വളരെ കാലമായി മനുഷ്യരാശിയുടെ ആത്മീയവും സാമൂഹികവുമായ പുരോഗതിക്കും മതസൗഹാർദ്ദത്തിനായി നിരന്തരം പ്രവർത്തിച്ചു വരുന്നു എന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടക്കാം. 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്റർഫെയ്ത്ത് എന്ന പദം പ്രത്യക്ഷമായിട്ട് എങ്ങും പരാമർശിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആത്മാവ് മതസൗഹാർദ്ദത്തിൻ്റെ ശക്തമായ അടിത്തറയാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ.
ആർട്ടിക്കിൾ 14, 15, 25, 29, 30, 51A(e) എന്നിവ ഇത് വിശദമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ഒരു നിയമഗ്രന്ഥം മാത്രമല്ല, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും ഓരോ മനുഷ്യൻ്റെയും അന്തസ്സിനെയും അവകാശങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ മാനവിക ദർശനമാണ്. ഈ അവസരത്തിൽ എൻ്റെ ആത്മഗുരുവായ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ച് ചുരുക്കമായി പരാമർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുരു പലപ്പോഴും വിമോചന മതം എന്ന ആശയം മുന്നോട്ട് വച്ചിരുന്നു. അത് ഒരു പുതിയ മതം സ്ഥാപിക്കാനുള്ള ആഹ്വാനമല്ല, മറിച്ച് മനുഷ്യനെ വിഭജിക്കുന്ന ഇടുങ്ങിയ തിരിച്ചറിവുകളിൽ നിന്നും മുൻവിധികളിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ആത്മീയ ദർശനമാണ്. ഇത് വസുദൈവ കുടുംബകം എന്ന മഹത്തായ ആശയവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുമയിലേക്കും ആത്മീയ ഉണർവിലേക്കും സർവ്വമാനവ സാഹോദര്യത്തിലേക്കും നയിക്കുന്ന ഒരു വഴിയാണ് ഗുരു കാണിച്ചു തന്നത്. ഉപസംഹാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപിട്ട് ഒരു വിനീതമായ നിർദ്ദേശം മുൻപോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ഒരു ഗ്ലോബൽ ഇന്റർഫെയ്ത്ത് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നത്. ലോകത്തിലെ വിവിധ മതങ്ങളുടെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും നേതാക്കൾക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് പഠിക്കാനും സംവദിക്കാനും ഗവേഷണം നടത്താനും കഴിയുന്ന ഒരു ആഗോള കേന്ദ്രമായി അത് മാറാം. മതപഠനം, സമാധാന പഠനം, സംഘർഷ പരിഹാരം, നൈതിക നേതൃത്വം, സുസ്ഥിര വികസനം, ആഗോള പൗരത്വം എന്നിവയിൽ അതിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ കഴിയും. ഗുരുവിൻ്റെ സർവ്വമാനവ ദർശനത്തെ ശാശ്വതമായ ഒരു സ്ഥാപന പാരമ്പര്യമായി മാറ്റുന്നതിനുള്ള ചരിത്രപരമായ അവസരമായിരിക്കും ഇത്. ശാന്തിഗിരി ആശ്രമം ഈ ദിശയിൽ മുൻകൈ എടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിനാകെ ഒരു മഹത്തായ സംഭാവനയായിരിക്കും. ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. ഒരു മതങ്ങളും ജ്ഞാനികളെ സൃഷ്ടിക്കുന്നില്ല, എന്നാൽ എല്ലാ ജ്ഞാനികളിൽ നിന്നും മതങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ലോകത്തേക്ക് പരക്കുന്നു. ഈ വിനീതമായ ചിന്തകളോടെ എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം സഹനാവവതു സഹനൗ ഭുനക്തൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു. ഓം മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ മഹനീയ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ശാന്തിഗിരി ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്രിയാത്മക രംഗത്തെ പ്രൊഫഷണലും എഴുത്തുകാരനും ആർക്കിടെക്റ്റും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ സബീർ തിരുമല അവരുകളെ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൃതജ്ഞതയ്ക്ക് മുമ്പുള്ള ഒരു പ്രഭാഷണത്തിനുള്ള സമയമല്ല, ഒരുപാട് വൈകിയിരിക്കുന്നു. ദളിത് ജീവിതവും മതങ്ങൾ തമ്മിലുള്ള